സിവിൽടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 20 ആണല്ലേ ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പം ഗ്രേഡ് 1-ന്റെ എക്സാം വന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുള്ള റിവിഷൻസിലെ തിയറി പറഞ്ഞു പോവാണ് നമ്മൾ റിവിഷൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 5ന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. മൊഡ്യൂൾ 5 എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തിയറി ഓഫ് സ്ട്രക്ചർ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഏരിയാസുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലുള്ള തന്നെ ഈ ഒരു ബെൻഡിങ്ങിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്താണെന്നുള്ള ബേസിക് ടേം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ട് അല്ലേ. അപ്പം ആ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോർഷൻ്റെ ഏരിയ അല്ലേ, ടോർഷൻ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഷിയർ സ്ട്രെസ് എന്നൊക്കെ നിങ്ങൾ സിലബസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളുടെ സിലബസ് ഇതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാൻ പോകുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. അതായത് നമ്മൾ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്കെച്ചിങ് ഓഫ് SF and BM ഡയഗ്രാം അല്ലെ. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ഏതൊക്കെയാണ്? പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് UDL ആൻഡ് പോയിന്റ് ലോഡ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ അല്ലെ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ തിയറി ഓഫ് പ്യുവർ ടോർഷൻ നോക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസംഷൻ ഇൻ പ്യുവർ ടോർഷൻ, ഡെറിവേഷൻ ഓഫ് ഫോർമുല, പ്രോബ്ലംസ്, പവർ ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ ഷാഫ്റ്റ്, പ്രോബ്ലംസ് ഇൻ തിൻ സിലിണ്ടേഴ്സ്, ഫെയിലിയേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്തൊക്കെയാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം അല്ലേ. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഫോർ റെക്ടാങ്കുലർ ആൻഡ് ഐ സെക്ഷൻ എന്നൊക്കെ കാണാം. എല്ലാത്തിനും കൂടെ 10 മാർക്കാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഇതിൻ്റെ ബാക്കി ഏരിയാസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തായാലും ബുക്സ് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് പഠിച്ചതിന് ശേഷം റിവിഷൻ സീരീസ് കാണുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എക്സാംസ് ഒക്കെ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം വീഡിയോസ് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി 2-3 പ്രാവശ്യം നിങ്ങൾ അവർ നോട്ട് വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഫെമിലിയർ ആയിക്കോളും. ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ SFD എന്താണ്, BMD എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ള ഒരു ടേം എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ആണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ അല്ലേ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഒക്കെ വരയ്ക്കും അല്ലേ. ഡയഗ്രാംസ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ അങ്ങനെ ഓരോരോ ഷേപ്പിലാണല്ലേ ഉണ്ടാവുക. അപ്പം ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലേ. ഈ മുകളിലുള്ള ഷേപ്പിൽ നിന്നും താഴത്തേക്ക് മാറുമ്പോൾ ഇതിൻ്റെ സൈന് മാറുന്നുണ്ട് അല്ലേ. മുകളിലേക്കുള്ളത് ബെൻഡിങ് മൊമെന്റിന്റെ പോസിറ്റീവ് സൈഡാണ്. താഴേക്ക് വരുമ്പോൾ ഏതാണ്? നെഗറ്റീവ് സൈഡാണല്ലേ വരുന്നത്. ഇങ്ങനെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആകുന്ന ഒരു പോയിന്റ് അല്ലേ. ഇപ്പം ഞാൻ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണല്ലേ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്നതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദ പോയിന്റ് ഇൻ ദ ബീം, ഈ ഒരു ബീം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലേ. ദ പോയിന്റ് ഇൻ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വേർ ദ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ അല്ലേ. അതിനാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. രണ്ട് രീതിയിലും എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും എഴുതി തരാം. അപ്പം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ
പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പോയിന്റ് ഇൻ the beam or bending moment diagram where the bending moment changes its sign അല്ലേ? അപ്പം അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ? അപ്പം ആ ഒരു നമ്മൾ കറക്റ്റ് ആ ഒരു സൈൻ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു ടേം നമ്മളോട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? അറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്താണ്? ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആണല്ലേ വരുന്നത്. അപ്പം അത് നമുക്ക് എഴുതാം. അറ്റ് ദ point contraflexion ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പം അതും കൂടെയാണ് ഈ ഒരു ഏരിയയിൽ നോക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ഇപ്പം എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ അത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പറയാത്തത്. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരിക. കാരണം നമ്മൾ ഇതിൽ വേറൊരു സബ്ജക്റ്റ് പോലെയല്ല അല്ലേ? നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ബ്രിക്ക്, സ്റ്റോൺ അങ്ങനെ ഓരോന്നോരോന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിൽ നമ്മൾ കുറച്ചൊക്കെ കണക്ഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങൾ തമ്മിൽ. അപ്പം ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറ്റുകയാണെങ്കിൽ അത് കണ്ടിട്ട് തന്നെ നിങ്ങളൊന്ന് വന്ന് നോക്കാം. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും റിലേറ്റഡ് ആണെന്നേ ഉള്ളൂ, പക്ഷെ അതുപോലെ തന്നെ എല്ലാം ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഇനി നോക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാണ് വരിക? SFD ആൻഡ് BMD ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ലോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബീമും അതിൻ്റെ സപ്പോർട്ടും ലോഡ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ആ ഒരു ബീമിലേക്ക് ലോഡ് വരുന്ന സമയത്ത് അല്ലേ? ലോഡ് വരുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ എന്തായിരിക്കും ഷേപ്പ്, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ നമ്മൾ പറഞ്ഞല്ലേ, പോയിന്റ് ലോഡ് ഉണ്ട്, UDL ഉണ്ട്, യൂണിഫോംലി വേരിയിങ് ലോഡ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പോയിന്റ് ലോഡ് അല്ലേ? പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ആണെങ്കിൽ എന്താണ് അതിൻ്റെ SFDയും BMDയും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ്? പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ആണ്. ലോഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ. സെൻറ്റർ ആവുന്ന സമയത്ത് എങ്ങനെയാണ് പോയിന്റ് ലോഡ് വരിക? അപ്പം പോയിന്റ് ലോഡ് സെൻറ്ററിലാവുന്ന സമയത്ത് ഇവിടെ നമ്മൾ ബീം എടുക്കുകയാണെങ്കിൽ ആ ബീമിന് 2 സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? 2 സപ്പോർട്ടിലും നമ്മൾ പോയിന്റ് ലോഡ് സെൻറ്ററിലാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൻ്റെ ലോഡ് എടുത്തിട്ടുള്ളത് ഇത് സെൻറ്ററിലായിരിക്കും വരുന്നുണ്ടാവുക. ലോഡ് W ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലേ, അതെങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, ആ പിക്ചറൈസ് ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ ആ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരും. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഉണ്ടാവുക. ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം കേട്ടോ, ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വരിക? W/2 ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലേ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വേറൊരു കളർ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ വന്ന് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെയാണല്ലേ ഉണ്ടാവുക. പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് ഇൻക്ലൈൻ ലൈൻ ആണല്ലേ ഉണ്ടാവുന്നത്. അപ്പം ഇതെന്താണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ആണല്ലേ ഫോം ചെയ്യുന്നത്. ഇവിടെ ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കണം കേട്ടോ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മാക്സ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് WL/4 ആണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഷേപ്പ് അല്ലേ? ഷേപ്പ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കിൾ ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്താണ്? 2 റെക്റ്റാങ്കിൾ ആണ് അല്ലേ? 2 റെക്റ്റാങ്കിൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അപ്പം ഇതാണ് നമുക്ക് പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് ഉണ്ടാവുന്നത് അല്ലേ. പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വാല്യൂസും ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പോയിന്റ് ലോഡ് അറ്റ് എനി പോയിന്റ് അല്ലേ. അറ്റ് എനി പോയിന്റ് ആണെങ്കിലോ, എനി പോയിന്റിലാണ് പോയിന്റ് ലോഡ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതേ രീതിയിൽ ഇപ്പം രണ്ട് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ പോയിന്റ് ലോഡ് വരുന്നത് ഈ ഒരു ഏരിയനോട് ചേർന്നിട്ടാണ്. അപ്പം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്ക് ലോഡിന് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ എന്താണ് വരുന്നത്, ഇത് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എ എന്ന് എടുക്കുകയാണ്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ബി എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡബ്ല്യു ബി ബൈ എൽ ഡബ്ല്യു എ ബൈ എൽ എന്ന് വരും അല്ലേ. ഇനി നമ്മളതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം അല്ലേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ വരും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ലൈനിൽ നമ്മൾ ലോഡ് വന്ന അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരും. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ, രണ്ട് റെക്റ്റാങ്കിൾ ആണല്ലേ ഫോം ചെയ്യുന്നത്. അപ്പം ഇതാണ് പോയിന്റ് ലോഡ് അറ്റ് എനി പോയിന്റ് ആണെങ്കിൽ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാല്യൂസ് ഡബ്ല്യു എ ബൈ എൽ ഡബ്ല്യു ബി ബൈ എൽ ഡബ്ല്യു എ ബൈ എൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ബെൻഡിങ് മൊമെന്റ് ആണെങ്കിലോ, ബെൻഡിങ് മൊമെന്റ് ആണെങ്കിലും ഇതിൽ ഈ ഒരു ഷേപ്പിലാണ് വരിക, ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് ഡബ്ല്യു എ ബി ബൈ എൽ ആണ് അല്ലേ. ഡബ്ല്യു എ ബി ബൈ എൽ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് പോയിന്റ് ലോഡ് അറ്റ് എനി പോയിന്റിൽ വരുന്നത്. ഇത് അങ്ങനെ ചോദിച്ച് കാണാറില്ല, എന്നാലും നിങ്ങൾ നോക്കി വെക്കണം. ഇനിയിപ്പം എക്സാമിന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഓരോ കാര്യങ്ങൾ ഒഴിവാക്കാനെങ്കിലും അത് ഹെൽപ്പ് ആവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് യു ഡി എല്ലാണ്. യു ഡി എൽ എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലേ. യു ഡി എല്ലിൽ എവിടെ വരുന്ന സമയത്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുന്ന സമയത്ത്. യു ഡി എൽ ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം എങ്ങനെയാണ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വരിക? ബീമാണ്, ബീമിൽ ഇതുപോലെ സപ്പോർട്ട് വരും. യു ഡി എൽ എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ആണല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം ലോഡ് വരുന്നത് ഡബ്ല്യു ആണ് അല്ലേ. ഈ ലോഡ് യൂണിഫോംലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക നോക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്ന സമയത്ത് ഇതേപോലെ അല്ലേ, ഒരു ട്രയാങ്കിൾ മുകളിൽ ഒരു ലൈൻ ഇവിടെ വരും. പിന്നെ ഇതിൻ്റെ യു ഡി എല്ലിൽ ഇതേ രീതിയിലാണ് വരിക. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ എന്നുള്ള രീതിയിലാണല്ലേ വരിക. അപ്പം ഡബ്ല്യു എൽ ബൈ 2 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് അല്ലേ. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിലോ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഇവിടെ വരയ്ക്കുന്നതെങ്കിൽ യു ഡി എൽ ആയതുകൊണ്ട് ഇതേ രീതിയിലാണ് അല്ലേ, പാരാബോളിക് ആണല്ലേ വരിക. അപ്പം അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയാണ് വരിക? ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് അല്ലേ അറ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ വരികയാണെങ്കിൽ എത്രയാണ്? ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ്. ഇത് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 അറ്റ് സെൻറ്റർ ആണല്ലേ വരുന്നത്. അറ്റ് സെൻറ്റർ ആണ്, ഇതേ രീതിയിലാണ് വരുന്നത്. അപ്പം മാക്സിമം ഈ ഒരു സെൻറ്ററിലാണല്ലോ ഉണ്ടാവുക. അപ്പം അതാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ഇനി ഫോർത്ത് വണ്ണ് നമുക്ക് നോക്കാനുള്ളതാണ് യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെങ്കിൽ അല്ലേ. യൂണിഫോംലി വേരിയിങ് ലോഡ് ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ എങ്ങനെയാണ് വരിക? യൂണിഫോംലി വേരിയിങ് ലോഡ് ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലേ. അപ്പം നമ്മൾ ബീം വരച്ചത് കുറച്ചുകൂടെ വരച്ച പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇതേ രീതിയിലാണെങ്കിൽ അതിൻ്റെ ലോഡ് വരുന്നത് യൂണിഫോംലി വേരി ചെയ്തിട്ടാണ് അല്ലേ. ഇതേ രീതിയിൽ യൂണിഫോംലി വേരിയിങ് ലോഡ് എങ്ങനെയാണ് വരിക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ ലെങ്ത് ഇതാണെങ്കിൽ ഇതിൻ്റെ ഡബ്ല്യു അല്ലേ, ഡബ്ല്യു ടോട്ടൽ ലോഡ് വരുന്നത് എത്രയാണ്? ഹാഫ് ഡബ്ല്യു എൽ ആയിരിക്കും. ഡബ്ല്യു എന്ന് പറയുന്നത് ഹാഫ് ഡബ്ല്യു എൽ ആയിരിക്കും എന്നുള്ളത് നോക്കി വെക്കുക. ഇനി അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഏതാണ് വരിക? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണെങ്കിൽ ഇതേ രീതിയിൽ അല്ലേ, ഇതേ രീതിയിലാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. അതുപോലെ
ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരികയാണെങ്കിൽ എങ്ങനെയാണ്, ഈ ഒരു ഷേപ്പാണ് കേട്ടോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക. ഒരു ക്യൂബിക് പാരാബോളേൻ്റെ ഷേപ്പാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ക്യൂബിക് പാരാബോളേൻ്റെ ഷേപ്പാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ ബെൻഡിങ് മൊമെന്റ് മാക്സ് വരുന്നത് WL²/9√3 ആണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമുക്ക് കാൻഡിലീവർ ബീമിൻ്റെതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്രാംസ് കംപ്ലീറ്റ് ആവും അല്ലേ. കാൻഡിലീവർ ബീം ഇപ്പോൾ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണല്ലേ പറഞ്ഞത്. ഈ കാൻഡിലീവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലേ കാൻഡിലീവർ ബീം വരുന്നത്. കാൻഡിലീവർ അപ്പോൾ നമ്മൾ കാൻഡിലീവർ ബീം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നോക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ലോഡ് അറ്റ് എൻഡ് അല്ലേ. കാൻഡിലീവർ ബീമിൽ കാൻഡിലീവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് അല്ലേ. ഫ്രീ എൻഡ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക, പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിലായിരിക്കും ലോഡ് W എന്ന് പറഞ്ഞ ഇവിടെ ആയിരിക്കും വരിക. നമ്മൾ ആ ഒരു ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക, ഒരു ഒറ്റ റെക്റ്റാങ്കിൾ എന്നുള്ള രീതിയിലാണ് വരിക ഷിയർ ഫോഴ്സ് ഡയഗ്രാം. മറിച്ച് ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിലോ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് ഇതേ രീതിയിൽ ഒരൊറ്റ ട്രയാങ്കിൾ എന്നുള്ള രീതിയിലാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. -WL ആണ്, +W ആണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്, റെക്റ്റാങ്കിൾ ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് ട്രയാങ്കിൾ. ആ ഒരു ഷേപ്പ് ഓർത്ത് വെക്കുക. ബെൻഡിങ് മൊമെന്റ് മാക്സ് എത്രയാണ്, WL ആണ് അല്ലേ. BM മാക്സ് എന്ന് പറയുന്നത് WL ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കാൻഡിലീവർ ബീം വിത്ത് UDL ആണല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ കാൻഡിലീവർ ബീം വിത്ത് പോയിന്റ് ലോഡാണ്. ഈ കാൻഡിലീവർ ബീം വിത്ത് UDL ആണെങ്കിൽ എങ്ങനെയാണ് വരിക, നമ്മൾ പിക്ചർ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ഫിക്സ്ഡ് ബീം അല്ലേ. ഫിക്സ്ഡ് എൻഡ്, പിന്നെ അതിൽ വരുന്ന കാൻഡിലീവർ ബീമും അതിൽ വരുന്ന UDL ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. വെയിറ്റിൽ W ആയിരിക്കും അല്ലേ. ഇത് ലെങ്ത് L എന്നുള്ള രീതിയിൽ എടുത്താൽ എങ്ങനെയാണ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വരിക. ഫസ്റ്റ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക അല്ലേ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഇങ്ങനെയാണല്ലേ വരിക. അപ്പം അതിൽ ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വന്നിട്ടുള്ളത് ട്രയാങ്കിൾ ആണ്. നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എടുത്താലോ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പാരാബോളിക് ആണ്. ഇങ്ങനെ വന്നിട്ട് ഇതേ രീതിയിൽ പാരാബോളിക് ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ WL²/2 ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ WL ആണ് വരുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് വരുന്നത് ട്രയാങ്കിൾ ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് വരുന്നത് പരാബോളയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് യൂണിഫോംലി വേരിയിങ് ലോഡ് ഇൻ കാൻഡിലീവർ ബീം ആണ് അല്ലേ. യൂണിഫോംലി വേരിയിങ് ലോഡ് ഇൻ കാൻഡിലീവർ ബീം ആണെങ്കിൽ എങ്ങനെയാണ് പിക്ചർ വരിക, നമുക്ക് ആദ്യം ഈ ഒരു കാൻഡിലീവർ ബീം വിത്ത് ഫിക്സ്ഡ് എൻഡ് ആണ്. ഇനി ഇവിടെ യൂണിഫോംലി വേരിയിങ് ലോഡാണല്ലേ വരുന്നത്. ഇതേ രീതിയിൽ ലോഡ് വാരി ചെയ്ത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെയാണല്ലേ ലോഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലേ, ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് വരിക, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ഇതേപോലെ ഒരു
പരാബോളയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. അതുപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിലോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കി വെക്കുക. പിക്ചറിൽ ഞാൻ വരച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് പിക്ചർ കിട്ടുന്നതായിരിക്കും. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലാസ് എടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, WL/2 അതുപോലെ തന്നെ WL²/6 ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനും ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനും വരുന്നത്. ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പരാബോളയാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ക്യൂബിക് പരാബോളയാണ്. ക്യൂബിക് പരാബോള. ഇതേതാണ് ഷേപ്പ്? പരാബോള അല്ലേ, ഓർത്ത് വെക്കുക. നമുക്ക് പറയാനുള്ള ഒരു ഏരിയ ആണ് ബെൻഡിങ് സ്ട്രെസ്. ആ ജസ്റ്റ് ഞാൻ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെത് എന്താന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. ബെൻഡിങ് സ്ട്രെസ് അല്ലേ. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒരു ലോഡ് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ലോഡ് വരുന്ന സമയത്ത് നമ്മളിപ്പം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്താണെന്നൊക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പം നമ്മൾ ഷിയർ ഫോഴ്സ് അല്ലേ, ഷിയർ ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് ഷിയർ സ്ട്രെസ് അല്ലേ. ഷിയർ സ്ട്രെസ് ആണ് അവിടെ ഫോം ചെയ്യുക. മറിച്ച് നമ്മൾ കൊടുക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിലോ ബെൻഡിങ് മൊമെന്റ് വരുന്ന സമയത്താണ് ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവുന്നത് അല്ലേ. ബെൻഡിങ് സ്ട്രെസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങളല്ല നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടോർഷനിലേക്കാണ് അല്ലേ. നമുക്ക് ഈ ഒരു പ്യുവർ ബെൻഡിങ്ങിൻ്റെ കാര്യത്തിനേക്കാളും ഇനി നമുക്ക് ബീം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ബീം അല്ലേ, ബീം നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബെൻഡിങ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് പറയാം അല്ലേ. അപ്പം ഇതേ രീതിയിൽ ബെൻഡിങ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഇതേ രീതിയിലും ഉണ്ടാവും അല്ലേ. ഈ ഒരു ബെൻഡിങ്ങിന് എന്താണ് പറയുക? ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ബെൻഡിങ്ങിന് എന്താണ് പറയുക? അപ്പം ബെൻഡിങ് ഉണ്ടാവുന്നത് ഇതേ രീതിയിലാണെങ്കിലും അതേപോലെ തന്നെ ബെൻഡിങ് ഉണ്ടാവുന്നത് ഈ ഒരു മെത്തേഡിലാണെങ്കിലും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ സാഗിങ് എന്ന് പറയും, ഇതിനെ നമ്മൾ ഹോഗിങ് എന്ന് പറയും അല്ലേ. സാഗിങ്ങും ഹോഗിങ്ങും എന്നൊക്കെ നമ്മൾ പറയും. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സാഗിങ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ബെൻഡിങ് ആണ്. അതുപോലെ തന്നെ ഇതിൽ എന്തായിരിക്കും? ടോപ്പ് ലെയറിൽ കംപ്രഷൻ ആയിരിക്കും അല്ലേ. ടോപ്പ് ലെയറിൽ കംപ്രഷൻ ആയിരിക്കും, ബോട്ടം ലെയറിൽ ടെൻസൈൽ ആയിരിക്കും ഉണ്ടാവുക. ഹോഗിങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെയറിൽ ടെൻസൈലും ബോട്ടം ലെയറിൽ കംപ്രഷനും ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് ന്യൂട്രൽ ആക്സിസ് ആണല്ലേ നോക്കേണ്ടത്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ന്യൂട്രൽ ലെയർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അല്ലേ. എന്താണ് നമുക്ക് ന്യൂട്രൽ ലെയർ പറയണം അല്ലെ. ന്യൂട്രൽ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബെൻഡിങ് സ്ട്രെസ് അല്ലെ, ബെൻഡിങ് സ്ട്രെസ് സീറോ ആവുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബീം എടുക്കുകയാണ്, അപ്പം ഇതിൽ ബെൻഡിങ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെയറിൽ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആ ഒരു ലെയറിനെ നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂട്രൽ ലെയർ. അവിടെ ബോത്ത് കംപ്രഷൻ ആൻഡ് ടെൻസൈൽ സ്ട്രെസ്സസ് ആർ സീറോ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. ന്യൂട്രൽ ലെയർ അല്ലേ. അപ്പം ന്യൂട്രൽ ലെയറിനെ കണക്ട് ചെയ്തിട്ടാണ് ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ന്യൂട്രൽ ആക്സിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ന്യൂട്രൽ ലെയർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു ബീം എടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ അല്ലേ, ഒരു ബീമിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ അതിനെ ന്യൂട്രൽ ലെയർ വരച്ചു. ഈ ഒരു വരച്ചിട്ടുള്ളതാണ് ന്യൂട്രൽ ലെയർ. ഈ പിങ്ക് കളറിൽ ഞാൻ കാണിച്ചിട്ടില്ല, അതാണ് അതിന് ന്യൂട്രൽ ലെയർ വരുന്നത്. ഇനി നമുക്ക് ന്യൂട്രൽ ആക്സിസ് വേണം അല്ലേ. ഇത് ന്യൂട്രൽ ലെയർ ആണ്. ന്യൂട്രൽ ആക്സിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുമ്പം ഇവിടെ ഞാൻ ബ്ലാക്ക് കളറിൽ വരച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ ഒരു വരച്ചിട്ടുള്ള ഈ ഒരു ലെയർ അല്ലേ, ഇതിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് എന്താണ്? ന്യൂട്രൽ ആക്സിസ് ഞാൻ എഴുതാം. ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഓഫ്
intersection of neutral layer and area of ക്രോസ് സെക്ഷൻ അല്ലേ, അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇത് ഏതിലൂടെയായിരിക്കും എപ്പോഴും പാസ് ചെയ്യുക? ഇറ്റ് ഓൾവേസ് പാസസ് ത്രൂ സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അല്ലേ. സെൻട്രോയിഡ് ഓഫ് ദ ഏരിയ ക്രോസ് സെക്ഷനിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അസംഷൻസ് ഇൻ പ്യുവർ ബെൻഡിങ് ആണ്. ഇതൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ബോറടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ മോട്ടിവേറ്റ് ആയിട്ട് ക്ലാസ്സിലിരിക്കാൻ ശ്രമിക്കുക. മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോവാണ്ട് നിങ്ങൾ കറക്റ്റ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. പിന്നെ 2-3 പ്രാവശ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതൊരു പുതിയ കാര്യമായിട്ട് തോന്നില്ല അല്ലെ. നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആവും ഈ ഒരു ടേംസ് ഒക്കെ ആയിട്ട്. അങ്ങനെ തന്നെ ഇതിനോടുള്ളൊരു താല്പര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് എക്സാം ആണല്ലേ, നമുക്ക് ജോബ് കിട്ടണമെന്നാണല്ലേ നമ്മളൊരു ടാർഗറ്റ് വരുന്നത്. അപ്പം അത് വെച്ച് നോക്കിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? അസംഷൻസ് അല്ലേ, അസംഷൻസ് ഇൻ പ്യുവർ ബെൻഡിങ് ആണ്. അസംഷൻസ് ഇൻ പ്യുവർ ബെൻഡിങ് എന്തൊക്കെയാണ് പ്യുവർ ബെൻഡിങ്ങിൽ നമ്മൾ അസംഷൻസ് ആയിട്ട് എടുക്കുന്നത്? അപ്പം അതിൽ അസംഷൻസിൽ ഫസ്റ്റ് പറയുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസംഷൻ നമ്മൾ ഫസ്റ്റ് ഹുക്സ് ലോ ഈസ് വാലിഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അസംഷൻസ് പറയുന്നത്. ഹുക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലോഡ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആയിരിക്കും അല്ലേ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഫസ്റ്റത്തെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്സ് ലോ വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലേ. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സെയിം ഫോർ ടെൻഷൻ ആൻഡ് കംപ്രഷൻ ആയിരിക്കണം. അതും കൂടെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോമോജീനിയസ് ഐസോട്രോപിക് ആൻഡ് പ്രിസ്മാറ്റിക് ബീം ആയിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് അസംഷൻസ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ ബെൻഡിങ് അല്ലെ, ആഫ്റ്റർ ബെൻഡിങ് ബീം ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർക്ക് ഓഫ് സർക്കിളിനെ. അപ്പം അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. പിന്നെ എവരി ലെയർ ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഈസ് പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. ഇത്രയും കാര്യങ്ങളാണ് അസംഷൻസ് ഉള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി തരാം. അസംഷൻസ് അല്ലേ, അസംഷൻസിൽ വരുന്നത് എന്താണ്? ഫസ്റ്റ് വരുന്നത് ഹുക്സ് ലോ. ഈസ് വാലിഡ് അല്ലേ, വാലിഡ് ആയിരിക്കണം. ഹുക്സ് ലോ ഈസ് വാലിഡ്. നെക്സ്റ്റ് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് സെയിം ഫോർ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. അതാണ് ഒരു നെക്സ്റ്റ് അസംഷൻ പറയുന്നത്. പിന്നെ പറയുന്ന നെക്സ്റ്റ് വൺ തേർഡ് വൺ ആണ് എവരി ലെയർ ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പ്യുവർ ബെൻഡിങ് അല്ലേ, പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കി വെക്കുക. പ്യുവർ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻസ് എന്താണ് വരുന്നത്? പ്യുവർ ബെൻഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ബെൻഡിങ്ങിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദർ ഈസ് ഓൺലി ബെൻഡിങ് മൊമെന്റ് അല്ലേ, ഷിയർ ഫോഴ്സ് ഇല്ല എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്താലാണ് അതിനെയാണ് നമ്മൾ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി ആ ഒരു പ്യുവർ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷനും കൂടെ ഒന്ന് നോക്കാം. അതായിട്ട് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. പ്യുവർ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ വരുന്നത് M/I is equal to sigma by y is equal to E by R ആണ്. സിഗ്മ എന്ന് പറയുന്നത് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ആണ് വരുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്ഷൻ എബോട്ട് ന്യൂട്രൽ ആക്സിസ് ഇൻ
മീറ്റർ m⁴ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ y അല്ലേ, y എന്താണ്, ഡിസ്റ്റൻസ് ടു ദ ഔട്ടർ ലെയർ ഫ്രം ന്യൂട്രൽ ആക്സിസ് ഇൻ മീറ്റർ ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് മോഡുലസ് ആണ്. അതുപോലെ തന്നെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ബീം ആഫ്റ്റർ ബെൻഡിങ് ആണ് ഈ ഒരു R എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പ്യുവർ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഇൻ കേസ് ഇതേ രീതിയിൽ ഡയറക്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. ഇനി നമുക്ക് സെക്ഷണൽ മോഡുലസ് അല്ലെ, സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് എന്താണെന്ന് നോക്കാം. എന്താണ് സെക്ഷൻ മോഡുലസ് വരുന്നത്? സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റേഷ്യോ ആണ് കേട്ടോ ഡിഫൈൻ ചെയ്യുന്നത്. റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ന്യൂട്രൽ ആക്സിസ് ടു ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്റ്റൻസ് ടു ദ ലെയർ അല്ലെങ്കിൽ ഔട്ടർ ലെയർ ഫ്രം ന്യൂട്രൽ ആക്സിസ്. അതിനെയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ മോഡുലസ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് ടു ഡിസ്റ്റൻസ് ടു ദ ഔട്ടർ ലെയർ ഫ്രം ന്യൂട്രൽ ആക്സിസ് അല്ലേ. അപ്പം എന്താണ് സെക്ഷൻ മോഡുലസ്? ഡിഫൈൻ ആസ് ദ റേഷ്യോ ഓഫ് moment of inertia about neutral axis to distance to the outer layer ഫ്രം ന്യൂട്രൽ ആക്സിസ്. ഫ്രം ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പോൾ നമുക്കിത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z = I/y മാക്സ് അല്ലേ, നമ്മൾ ആ ഒരു റേഷ്യോ എന്ന് പറഞ്ഞല്ലേ. അപ്പം അല്ലെങ്കിൽ I/y എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഷിയർ സ്ട്രെസ് അല്ലേ. നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഷിയർ സ്ട്രെസ് ഇൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലേ. അതിൽ ഡിഫറെൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ഐ സെക്ഷനുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് മാത്രം നോക്കാം, കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളത്തെ നോട്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ഇക്വേഷൻസും ഒക്കെ നോക്കി വെക്കുക അല്ലേ. റെക്റ്റാങ്കിൾ മാത്രമല്ല സർക്കുലർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ഒക്കെ പറ്റുകയാണെങ്കിൽ നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു നോട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കുക. അപ്പം ഷിയർ സ്ട്രെസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലേ, ഷിയർ സ്ട്രെസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലേ. ഫസ്റ്റ് നമുക്ക് റെക്റ്റാങ്കിൾ തന്നെ നോക്കാം അല്ലേ, റെക്റ്റാങ്കിൾ തന്നെ നോക്കാം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇതാണല്ലേ നമ്മൾ റെക്റ്റാങ്കിൾ വരുന്നത്. റെക്റ്റാങ്കിൾ ഇതതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണ് വരുന്നത്. എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെത് വരച്ചാൽ ഉണ്ടാവുക? റെക്റ്റാങ്കിളിൻ്റെത് ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണല്ലേ ഉണ്ടാവുക, ഈ ഒരു രീതിയിലാണ് ഡയഗ്രാം ഉണ്ടാവുക. അപ്പം ഇവിടെയാണ് കേട്ടോ മാക്സ് വരുന്നത്. പിന്നെ ഇവിടെ ടോ ആവറേജ് ആണ് അല്ലേ, ആവറേജ് ആണ് വരുന്നത്. ടോ = 0 ആണ് വരിക. നമുക്ക് ടോ മാക്സിൻ്റെ വാല്യൂ അല്ലേ, ടോ മാക്സിൻ്റെ വാല്യൂ ടോ ആവറേജിൻ്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് നോക്കാം. മാക്സ് = 3/2 ടോ ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് ടോ ആവറേജും കൂടെ അറിയണം അല്ലേ. ടോ ആവറേജ് എത്രയാണ്? ടോ ആവറേജ് = F/BD ആണ്. അപ്പം അതും കൂടെ നോക്കി വെക്കുക. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മളിപ്പോൾ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളത് തിയറി ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷിയർ സ്ട്രെസ് വേരിയേഷൻ്റെ അല്ലേ, ഷിയർ സ്ട്രെസ് വേരിയേഷൻ കാണിക്കുന്നത് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പാരാബോളിക് ആണ് അല്ലേ. പാരാബോളിക് ആണ് ഈ ഒരു ഷേപ്പ് വരുന്നത്, പാരാബോളിക്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമുക്ക് ഷിയർ സ്ട്രെസ് മാക്സിമം വരുന്നത് എവിടെയാണ്? ഈ ഒരു ന്യൂട്രൽ ആക്സിസിലാണ് അല്ലേ. ന്യൂട്രൽ ആക്സിസിലാണ് ഷിയർ സ്ട്രെസ് മാക്സിമം വരുന്നത്. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് അറ്റ് ഔട്ടർ അല്ലേ, ഔട്ടർ ലെയർ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, 0 ആണ് ഔട്ടർ ലെയറിൽ പറയുന്നത്. അതാണ് റെക്റ്റാങ്കിളിന് നോക്കേണ്ടത്. റെക്റ്റാങ്കിളിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് അത് ഞാൻ നോട്ടാക്കിയിട്ട് എഴുതാം. റെക്റ്റാങ്കിളിന് നമുക്ക് നോക്കേണ്ട കാര്യമാണ്
the shear stress variation at a section is parabolic. Next, generally maximum shear stress is at ന്യൂട്രൽ ആക്സിസ് അല്ലേ. അതിൻ്റെ കൂടെ വേറെ ഓർത്ത് വെക്കേണ്ടത് ഷിയർ സ്ട്രെസ് അറ്റ് ഔട്ടർ ലെയർ 0 ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ പറഞ്ഞു അല്ലേ. പിന്നെ നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത് ഐ സെക്ഷൻ ആണ്. ഐ സെക്ഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിലാണല്ലേ ഐ സെക്ഷൻ വരുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഒരു രീതിയിലാണല്ലേ. ഇതെന്താണ്? ഫ്ലാഞ്ച് ആണ് ഐ സെക്ഷൻ്റെ. ഇവിടെ വെബാണ്. ഈ ഒരു ഷേപ്പിലാണല്ലേ ഉണ്ടാവുക. ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ അല്ലേ. ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഈസ് ബെൻഡിങ് അല്ലേ. ബെൻഡിങ്ങിൽ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഐ സെക്ഷൻ ആണ് അല്ലേ. ഐ സെക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഷിയർ സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിൽ വെബ് സപ്പോർട്ട് മോർ ആണ് അല്ലേ. വെബ് സപ്പോർട്ടാണ് മോർ വരുന്നത്. അപ്പം അതും കൂടെ നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുണ്ട്. പക്ഷേ നമ്മൾ പറ്റുന്ന പോലെ കുറച്ച് ഏരിയാസ് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ടോർഷണൽ ഷിയർ സ്ട്രെസ് ആണ് അല്ലേ. ടോർഷണൽ ഷിയർ സ്ട്രെസ്സിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് കടന്നിട്ടുള്ളത്. ടോർഷണൽ ഷിയർ സ്ട്രെസ് ഈ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് വരുന്ന സമയത്ത് അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം തുണിയൊക്കെ അലക്കിയിട്ട് അതിങ്ങനെ പിഴിയും അല്ലേ. അത് പിഴിയുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? അതൊരു ട്വിസ്റ്റിംഗ് മൊമെന്റ് ആണല്ലേ നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പം ഇതേ രീതിയിലുള്ളൊരു സർക്കുലർ സാധനമാണെങ്കിൽ അതിൽ നമ്മൾ ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡ്രസ്സ് അലക്കിയിട്ട് ആ ഒരു പിഴിയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും. അപ്പം എന്താണ് ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് produced on the shaft due to ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലേ. അതിനെയാണ് നമ്മൾ ഈ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്, ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെങ്കിൽ ടോർഷൻ എന്നും അതിനെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു അപ്ലൈ ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് ടോർഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഷിയർ സ്ട്രെസ് അല്ലേ. ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ടോർഷണൽ ഷിയർ സ്ട്രെസ് അല്ലേ. ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർഷണൽ ഷിയർ സ്ട്രെസ് produced on a shaft or bar due to the torque or twisting moment അല്ലേ. ട്വിസ്റ്റിംഗ് മൊമെന്റ് അതിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ടോർഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യമാണ് പ്യുവർ ടോർഷൻ. അപ്പം എന്തായിരിക്കും പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പോണന്റ് എക്സ്പീരിയൻസ്ഡ് ഓൺലി ടോർഷണൽ ഷിയർ സ്ട്രെസ് അല്ലേ. നമ്മൾ കുറച്ചെണ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ എന്തായിരിക്കും ബെൻഡിങ് സ്ട്രെസ്സും ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സും ഒക്കെ 0 ആയിരിക്കും. കുറച്ചെണ്ണ നമ്മൾ ഇതുപോലെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെവിടെയായിരുന്നു? ബെൻഡിങ്ങിൽ അല്ലേ. പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്യുവർ ബെൻഡിങ്ങിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
പ്യുവർ ബെൻഡിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഷിയർ ഫോഴ്സ് ഉണ്ടാവില്ല എന്നല്ലേ. ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു പ്യുവർ ടോർഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്, ബെൻഡിങ് സ്ട്രെസ് അല്ലെ, ബെൻഡിങ് സ്ട്രെസ്സും ഡയറക്റ്റ് സ്ട്രെസ്സും അവിടെ 0 ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്യുവർ ടോർഷനിൽ എന്തായിരിക്കും, ദ കോമ്പൗണ്ട് experienced only torsion അല്ലെ, ടോർഷൻ മാത്രമേ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ടോർഷണൽ ഷിയർ സ്ട്രെസ് മാത്രമായിരിക്കും അവർ എവിടെ എക്സ്പീരിയൻസ് ചെയ്യുക. ബെൻഡിങ് സ്ട്രെസ്സും ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സും 0 ആയിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു പ്യുവർ ടോർഷൻ ഒരു ഇക്വേഷൻ വേണമല്ലോ അല്ലേ. ടോർഷൻ്റെ ഇക്വേഷൻ എഴുതി വെക്കാം. ടോർഷൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്, ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ആണ്. ഇതാണ് ടോർഷൻ്റെ പ്യുവർ ടോർഷൻ്റെ ഇക്വേഷൻ. പ്യുവർ ടോർഷൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നോക്കി വെക്കുക. ഇതിൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോർക്ക് അല്ലേ. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെ, ട്വിസ്റ്റിംഗ് മൊമെന്റിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് അല്ലെ. അതുപോലെ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോർഷണൽ ഷിയർ സ്ട്രെസ് ആണ്. ടോർഷണൽ ഷിയർ സ്ട്രെസ് ആണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. പിന്നെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ആറ് റേഡിയസ് ഓഫ് ഷാഫ്റ്റ് ആണ് വരുന്നത്. പിന്നെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ മോഡുലസ് അല്ലേ, ജി ഷിയർ മോഡുലസ് ആണ്. പിന്നെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ റേഡിയൻ ആണ് തീറ്റയിൽ ഉദ്ദേശിക്കുന്നത്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഈ ഒരു ടോർഷൻ്റെ ഇക്വേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്യുവർ ടോർഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ടോർക്ക് കാണാനാണെങ്കിലും നമ്മൾ ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ആർ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ പ്യുവർ ടോർഷൻ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. അതുപോലെ നമുക്ക് നോക്കാനുള്ള വേറൊരു കാര്യമാണ് വേരിയേഷൻ ഓഫ് ടോർഷണൽ ഷിയർ സ്ട്രെസ് അല്ലേ. വേരിയേഷൻ ഓഫ് ടോർഷണൽ ഷിയർ സ്ട്രെസ്. എന്താണ് വേരിയേഷൻ ഓഫ് ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്? നമുക്കതിൻ്റെ സർക്കിളിൻ്റെ കേസിൽ മാത്രം ഒന്ന് നോക്കാം. സർക്കിളിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ടോർഷണൽ ഷിയർ സ്ട്രെസ് നമ്മളിപ്പം ഇതേ രീതിയിലാണ് അതിൻ്റെ ആ ഒരു സ്ട്രെസ്സിൻ്റെ ആ ഒരു ഡയഗ്രാം വരുന്നുണ്ടാകുക. അപ്പം ഇവിടെ അധികം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, അതൊരു ലീനിയർ ആണ് അല്ലേ വരുന്നത്, ലീനിയർ ആയിട്ടാണ് വരുന്നത്. എന്താണ് വേരിയേഷൻ ഓഫ് ടി അതായത് ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ലീനിയർ ഇൻ നേച്ചർ ആണെന്നുള്ളത് നോക്കി വെക്കുക. ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്നുള്ളത് ടോ ടി എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെങ്കിൽ ടോ ടി ഈസ് ലീനിയർ ഇൻ നേച്ചർ. ലീനിയർ ഇൻ നേച്ചർ എന്ന് നോക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ 2-3 ഇക്വേഷൻസ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ഒരു ഏരിയനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കുക. കാരണം ഇക്വേഷൻസ് വെറുതെ നമ്മൾ പഠിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എക്സാമിൻ്റെ 2 ദിവസം മുന്നേ അങ്ങനെ എന്തെങ്കിലും നോക്കുക. അല്ലാണ്ട് അറിയാണ്ട് നിങ്ങൾ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ടൈമും പോവും, നിങ്ങൾ ടെൻസ്ഡും ആവും. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് നോക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർഷണൽ ഷിയർ സ്ട്രെസ് ഇൻ എ ഷാഫ്റ്റ് ഡ്യൂ ടു ടോർക്ക് അല്ലേ. ഡ്യൂ ടു ടോർക്ക് ആണ് വരുന്നതെങ്കിൽ എഴുതാം ടോർഷണൽ
ഷിയർ സ്ട്രെസ് അല്ലേ, ടോർഷണൽ ഷിയർ സ്ട്രെസ് ടോ അല്ലേ ഇൻ എ ഷാഫ്റ്റ് ഡ്യൂ ടു ടോർക്കാണ് സി ടി അല്ലേ. ഇക്വേഷൻ എഴുതുക, ടോ ഈസ് ഈക്വൽ ടു 16t ഡിവൈഡഡ് ബൈ പൈ ഡി ക്യൂബ്. അപ്പം അത് ഓർത്ത് വെക്കുക. ഇക്വേഷൻ മാത്രം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കേണ്ടിയിട്ട് മാത്രം എഴുതുകയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇക്വേഷൻ മാക്സിമം ടോർക്ക് അല്ലേ, മാക്സിമം അല്ലെങ്കിൽ ടോമാക്സ് അല്ലേ. ടോമാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് പറയുന്നത്. നോക്കുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു പൈ ഡി ക്യൂബ് സെഡ് മാക്സ് 16 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് അല്ലേ. പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് നമ്മൾ കുറച്ചുതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടേം നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോർഷണൽ ഷിയർ സ്ട്രെസ് ഇൻ എ ഷാഫ്റ്റ് അല്ലേ. ടോർഷണൽ ഷിയർ സ്ട്രെസ് ഇൻ എ ഷാഫ്റ്റ് ഡ്യൂ ടു ടോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോ വെച്ചിട്ട് അല്ലേ. ഇനി നമ്മൾ പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് അല്ലേ. പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് ആണ് കാണുന്നതെങ്കിൽ പി ഈസ് ഈക്വൽ ടു 2π/nt ഡിവൈഡഡ് ബൈ 60 അല്ലേ. അപ്പം എന്താണത്, പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് അല്ലേ. അപ്പം അതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളടുത്ത് ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വിചാരിച്ചോ. വെൻ എ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ട്വിസ്റ്റിംഗ് ദ ടൈപ്പ് ഓഫ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ഷാഫ്റ്റ് ഈസ്. ഏതാണ് വരിക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ ഇല്ലാണ്ട് പറയാൻ പറ്റുമോ നോക്കുക. ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം മൈൻഡിലേക്ക് വരും അല്ലേ. അല്ലാണ്ട് കറക്റ്റ് ഒരു ആൻസർ നമുക്ക് പഠിക്കുമ്പോൾ മൈൻഡിലേക്ക് വരണം. എന്നിട്ട് അതിന് ഓപ്ഷൻ നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ എത്തുമ്പോൾ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റണം എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ വരിക? വെൻ എ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ട്വിസ്റ്റിംഗ് ദ ടൈപ്പ് ഓഫ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ഷാഫ്റ്റ് ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണല്ലേ വരുന്നത്. ഷിയർ സ്ട്രെസ് ആണ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ലാസ്റ്റിലേക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് എന്ന് പറഞ്ഞില്ല, അതിൽ 2π/nt എന്നുള്ള n ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ഷാഫ്റ്റ് ഇൻ RPM ആണ് കേട്ടോ. സ്പീഡ് ഓഫ് ഷാഫ്റ്റ് ഇൻ RPM ആണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്നുള്ളൊരു ടേം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറയുന്നത്? ദ പോയിന്റ് ഇൻ ദ ബീം ഓർ ബെൻഡിങ് മൊമെന്റ് വേർ ദ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ് സൈൻ അല്ലേ. അതിനാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കി അല്ലേ. അതിൽ പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്? പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് ആണെങ്കിൽ അവിടെ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് ട്രയാങ്കിളും ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പോയിന്റ് ലോഡ് അറ്റ് എനി പോയിന്റ് ആണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇതുപോലെ തന്നെ ട്രയാങ്കിളും ഷിയർ ഫോഴ്സ് ഡയഗ്രാം രണ്ട് റെക്റ്റാങ്കിൾ ആയിട്ടും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാങ്കിളും ആയിട്ട് തന്നെയാണ്. അതിൽ വാല്യൂസ് WAB/L എന്നുള്ളത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ അതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ UDL ഇൻ സിംപ്ലി സപ്പോർട്ടഡ്
സപ്പോർട്ടഡ് ബീമിൽ UDL സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ അതിൽ വരുന്നത് എങ്ങനെയാണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ട്രയാങ്കിൾ ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് പരാബോള ആണ് ഷേപ്പ് വരുന്നത്. അപ്പം അത് WL²/8 ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് മാക്സ് എന്ന് പറയുന്നത് WL²/8 ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണെങ്കിൽ WL/2 എന്നുള്ളൊരു ടേമുമാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡ് ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം പറഞ്ഞു അല്ലെ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി വേരിയിങ് ലോഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാൻഡിലീവർ ബീമിലേക്കാണല്ലേ വന്നിട്ടുള്ളത്. കാൻഡിലീവർ ബീം അല്ലെ, കാൻഡിലീവർ ബീം വിത്ത് ഫിക്സഡ് സപ്പോർട്ട് അല്ലെ. ഫിക്സഡ് സപ്പോർട്ടിലാണെങ്കിൽ കാൻഡിലീവർ ബീം വിത്ത് UDL അതുപോലെ തന്നെ കാൻഡിലീവർ ബീം വിത്ത് പോയിന്റ് ലോഡ് അല്ലെ. പോയിന്റ് ലോഡിൻ്റെ ആദ്യം പറയാം. പോയിന്റ് ലോഡ് ആണെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് റെക്റ്റാങ്കിൾ ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിൽ ട്രയാങ്കിൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ആ ഒരു വാല്യൂ W ആണ് വരിക. ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആണെങ്കിൽ WL ആണല്ലേ വരുന്നത്. ഇനി കാൻഡിലിവർ ബീം വിത്ത് UDL ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ട്രയാങ്കിൾ ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത് പാരാബോളയാണ്. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് മാക്സ് എന്ന് പറയുന്നത് WL ആണ്. ബെൻഡിങ് മൊമെന്റ് മാക്സ് എന്ന് പറയുന്നത് WL²/2 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കാൻഡിലിവർ ബീം വിത്ത് യൂണിഫോംലി വേരിയിങ് ലോഡ് ഉണ്ട്. അതിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് പാരാബോളയാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ക്യൂബിക് പാരാബോള തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ബെൻഡിങ് സ്ട്രെസ്സിലേക്കാണ്. അതിൽ നമ്മൾ പ്യുവർ ബെൻഡിങ് പറഞ്ഞു. പ്യുവർ ബെൻഡിങ്ങിൽ എന്താണ് ഉണ്ടാകുന്നത്? പ്യുവർ ബെൻഡിങ്ങിൽ ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ സാഗിങ്ങും ഹോഗിങ്ങും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂട്രൽ ലെയർ എന്താണ്, ന്യൂട്രൽ ആക്സിസ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. ന്യൂട്രൽ ആക്സിസ് എന്താണ്? ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ന്യൂട്രൽ ലെയർ ആൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അല്ലെ. അപ്പം അത് നോക്കുക. പിന്നെ നമ്മൾ അവിടെ കുറച്ച് പ്യുവർ ബെൻഡിങ്ങിന്റെ അസംഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹുക്സ് ലോ ഈസ് വാലിഡ്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സെയിം ഫോർ ദ ടെൻഷൻ ആൻഡ് കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എവരി ലെയർ ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഈസ് പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ സെക്ഷണൽ മോഡുലസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷണൽ മോഡുലസിനെ നമ്മൾ സെഡ് എന്നുള്ള ടേമോട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫൈൻ ആസ് ദ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് ടു ഡിസ്റ്റൻസ് ടു ദ ഔട്ടർ ലെയർ ഫ്രം ന്യൂട്രൽ ആക്സിസ് അല്ലെ. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ സെക്ഷണൽ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഡ് ഈസ് ഈക്വൽ ടു I/Y മാക്സ് അല്ലെ. അപ്പൊ അത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയ ഏതായിരുന്നു? ഈ ഒരു നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഷിയർ സ്ട്രെസ് ഇൻ ഡിഫറെന്റ് സെക്ഷൻ ആണ് അല്ലെ. ഷിയർ സ്ട്രെസ് ഇൻ ഡിഫറെന്റ് സെക്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുള്ള റെക്റ്റാങ്കിളും അതുപോലെ തന്നെ I സെക്ഷനാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെക്റ്റാങ്കിളിൻ്റെതാണെങ്കിൽ ടോ മാക്സ് അല്ലെ. ടോ മാക്സ് വരുന്നത് 3/2 ടോ ആവറേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോ ആവറേജ് എന്ന് പറയുന്നത് F/BD ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് I സെക്ഷനിലേക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? The most economical section in bending is I section ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ് നമ്മൾ ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു. ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബാർ ഡ്യൂ ടു ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെ. അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്വിസ്റ്റിംഗ് കാരണം ഉണ്ടാകുന്നതിന് അല്ലെ. പിന്നെ നമ്മൾ പ്യുവർ ടോർഷൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ കോമ്പോണന്റ് എക്സ്പീരിയൻസ്ഡ് ഓൺലി ടോർഷൻ ആയിരിക്കും. ടോർഷണൽ ഷിയർ സ്ട്രെസ് ആയിരിക്കും അതിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അവിടെ ബെൻഡിങ് സ്ട്രെസ്സും ഡയറക്റ്റ് സ്ട്രെസ്സും ഒക്കെ 0 ആയിരിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്വേഷൻസ് ഫോർ പ്യുവർ ടോർഷൻ പറഞ്ഞപ്പം T/J ഈസ് ഈക്വൽ ടു ടോ/R ഈസ് ഈക്വൽ ടു G⁵/L എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് വേരിയേഷൻ ഓഫ് ടോർഷണൽ ഷിയർ സ്ട്രെസ്സിൽ സർക്കുലറിൽ എന്തായിരുന്നു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു? വേരിയേഷൻ ഓഫ് ടോട്ടി അല്ലെ. വേരിയേഷൻ ഓഫ് ടോർഷണൽ ഷിയർ സ്ട്രെസ് ഈസ് ലീനിയർ ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2-3 ഇക്വേഷൻസ് പറഞ്ഞു. ടോർഷണൽ ഷിയർ സ്ട്രെസ് ഇൻ എ ഷാഫ്റ്റ് ഡ്യൂ ടു ടോർഷൻ ആണെങ്കിൽ ടോ ഈസ് ഈക്വൽ 16T/πd³ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം ടോർക്ക്
ടോമാക്സ് മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഓഫ് ദ ഷാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് കാണാൻ P = 2π/NT/60 വാട്ട് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതും കൂടെ നോക്കി വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാക്സിമം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് നോട്ടിലേക്ക് എഴുതിയിട്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫെമിലിയർ ആവുള്ളൂ. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ, ഓൾറെഡി നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത്, നിങ്ങൾ ഓൾറെഡി വായിച്ച് ഫെമിലിയർ ആയിട്ടുള്ള ബുക്സ് അതേ ഇരിക്കും അല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മാറ്റിയും കൊണ്ട് നിൽക്കാതെ നിങ്ങൾ ഓൾറെഡി ഒരു നോട്ട് നിങ്ങളുടെ സെറ്റ് ആണെങ്കിൽ ആ നോട്ട്സിനെ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സാമിന് നെക്സ്റ്റ് എക്സാം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സാമിനേക്കും കൂടെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ തന്നെ പഠിക്കുക, അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൈ റാങ്ക് ആയിരിക്കണം. ഏതെങ്കിലും റാങ്കിൽ എപ്പോഴെങ്കിലും കയറിയാൽ മതിയെന്നല്ല, നല്ല ടാർഗറ്റ് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ഇപ്പം ലിസ്റ്റ് വരുന്ന എക്സാം വരുന്ന സമയത്ത് അത്രയും കോമ്പറ്റീഷൻ ആണല്ലേ വരുന്നത്. അപ്പോൾ പല ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീറ്റ് ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പേടിക്കാണ്ടല്ലേ, ഒരു ലിസ്റ്റിൽ വന്നതെന്ന് പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. നമുക്ക് ആ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി ഉറപ്പാവുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വേണം അല്ലേ. പിന്നെ നമ്മൾ ലിസ്റ്റ് ഇപ്പോൾ PSCൻ്റെതായതുകൊണ്ട് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നിർത്തിപ്പോയാൽ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലൊക്കെ ആ ഒരു ഫസ്റ്റുള്ള ആൾക്കാരായിരിക്കില്ലേ കയറി പോവുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, ഒക്കെ ആ ഒരു ടൈമിലുള്ളത് പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ടോപ്പ് റാങ്കിൽ എത്തേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ട് മാത്രം പഠിക്കുക. 100% നിങ്ങൾ എഫേർട്ടും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അതിന് അനുയോജ്യമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എഫേർട്ട് ഇടുക. റിസൾട്ടിനെ കുറിച്ച് ബോധേഡ് ആവരുത്, പക്ഷെ നിങ്ങൾ മാക്സിമം റിസൾട്ട് കിട്ടേണ്ടിയിട്ട് എഫേർട്ട് ഇടുകയും വേണം. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ. നിങ്ങൾ ക്ലാസ്സസ് കേട്ടതിന് ശേഷം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യണം. ക്ലാസ്സസ് തിയറി ആണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം കേട്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതെങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ ചോദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ 5 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ 6 ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ വരുന്നുണ്ടാവുക. അപ്പം മൊഡ്യൂൾ 6 ഞങ്ങൾക്ക് എസ്റ്റിമേഷൻ ആണല്ലേ, എസ്റ്റിമേഷൻ്റെ ഏരിയാസ് ആണ് മൊഡ്യൂൾ 6 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത് ഇതുപോലെ നമ്മൾ ആ ഒരു സിലബസിലുള്ള കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഇടയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് നമ്മളെ റിവിഷൻ സീരീസിൽ കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റിവിഷൻ സീരീസ് കാണാം. അതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ക്ലാസ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ആ ഒരു ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ്സസ് വീക്ക്ലി 3 days എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചില ക്ലാസ്സസ് നമുക്ക് ഈ ഒരു കറക്റ്റ് ഷെഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നോർമലി നമ്മൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നുള്ള രീതിയിലാണ് ക്ലാസ്സസ് ഇടുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സിലബസ് നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം വൈഡാണ്. നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എല്ലാം ഇതിലുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. മാക്സിമം പറ്റുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് എയിം വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ മൺഡേ, വെനസ്ഡേ, അതുപോലെ തന്നെ ഫ്രൈഡേ, സാറ്റർഡേ എന്നുള്ള രീതിയിൽ ചില ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പം അത് ഡിപ്പെൻസ് ഓൺ ആ ഒരു എക്സാമിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതിനെ കൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് കണ്ടോളൂ. എത്ര വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാലായിരിക്കും കാണാൻ പറ്റുക. നിങ്ങൾ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ക്ലാസ്സസ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒന്നിക്കലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു 3 days ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോയെന്ന്. രാവിലെ 7 മണിക്കായിരിക്കും നമ്മളെ ക്ലാസ്സസ് അപ്ലോഡ് ആവുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അല്ലേ, നിങ്ങളിപ്പം നാളെ അപ്ലോഡ് ആവുന്നത് ക്ലാസ്സുകൾ അല്ലെങ്കിൽ രാവിലെ ഇപ്പം നിങ്ങൾക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലാസ്സസ് റിവിഷൻ സെക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലാസ്സസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് കൺഫർമേഷൻ വന്ന കാര്യങ്ങളൊക്കെ കൺഫർമേഷൻ കൊടുക്കട്ടോ. എക്സാമിന് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, കറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടോയെന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ലാസ്റ്റ് ഡേറ്റിൻ്റെ മുന്നേ ഒന്ന് റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.